നമസ്കാരം. സൗത്ത് ചൈന സീയിലൂടെ നിക്കോൾസൺ ആ ലൈഫ് ബോട്ട് അതിവേഗതയിൽ ഓടിച്ച് മുന്നോട്ട് പോയി. ഒപ്പം കയറിൽ കെട്ടിവലിക്കുന്ന രീതിയിൽ സിറനും കൂട്ടിനും ഇരിക്കുന്ന ലൈഫ് ബോട്ട്. തലയ്ക്ക് മുകളിലൂടെ സീറോ ഫൈറ്റേഴ്സ് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണുകൾ പക്ഷേ വീറോമ എന്ന ആ ഓയിൽ ടാങ്കർ ഷിപ്പിലാണ്. അത് അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ നിന്നും പുറകിൽ നിന്നും 200 അടിയോളം പൊക്കത്തിൽ തീ ആളിക്കത്തുന്നു. ആ തീനാളങ്ങൾക്കിടയിലുള്ള അകലം കുറഞ്ഞു വരുന്നു. അവസാനം അത്യുഗ്രമായ ഒരു സ്ഫോടനം. അതോടെ വീറോമ എന്ന ആ ഷിപ്പ് കടലിൽ താഴ്ന്നു. ഒപ്പം ബ്രിട്ടന് വളരെ അത്യാവശ്യമായിരുന്ന 12,000 ടൺ ഓയിൽ. അല്പസമയം കഴിഞ്ഞപ്പോൾ സീറോ ഫൈറ്റേഴ്സ് തിരിച്ചുപോയി. എല്ലാവരും ഒരു ദീർഘനിശ്വാസം തീർത്തു. പക്ഷെ ആ ആശ്വാസം അധികം നേരം ഉണ്ടായിരുന്നില്ല. വീണ്ടും ആകാശത്ത് ഒരു വിമാനം പ്രത്യക്ഷമായി. നിക്കോൾസൺ അദ്ദേഹത്തിന്റെ ടെലിസ്കോപ്പ് എടുത്ത് നോക്കി. അതൊരു സീ പ്ലെയിൻ ആയിരുന്നു. വളരെ സാവധാനം പറന്നു വന്ന അത് കൃത്യം ആ ബോട്ടിന് മുകളിലെത്തി. പക്ഷെ അതും ആക്രമിക്കാനുള്ള യാതൊരു ലക്ഷണവും കാണിച്ചില്ല. നിക്കോൾസൺ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇവർക്കെന്തോ നമ്മൾ ആ ജീവനോടെ വേണമെന്നാണ് തോന്നുന്നത്. വെടിവെച്ച് കൊന്നാൽ ഒറ്റയടിക്ക് തീരുമല്ലോ. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ട് ഇഞ്ചിഞ്ചായി കൊല്ലണം, അതായിരിക്കും ഉദ്ദേശം. വളരെ ദൂരം ആ രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു. പിന്നീട് അനിശ്ചിതത്വം നിറഞ്ഞ ഒരു യാത്ര. ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിലും യാതൊരു ടെൻഷനില്ലാതെ 2 പേര് ആ ലൈഫ് ബോട്ടിലുണ്ട്. ഒന്ന് കുഞ്ഞ് പീറ്റർ ടാലൻ, മറ്റൊന്ന് ആ മാനസിക ഭ്രാന്തിയിലകപ്പെട്ടിരിക്കുന്ന അലക്സ് എന്ന യുവ സൈനികൻ. 2 പേരും പരിസരത്ത് നടക്കുന്നൊന്നും അറിയുന്നില്ല. നിക്കോൾസണിടയ്ക്ക് പീറ്ററിന് ഒരു ചെറിയ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ അതിനോടകം എല്ലാവരോടുള്ള അപരിചിതത്വം വെടിഞ്ഞിരുന്നു. ആരെ കണ്ടാലുള്ള കരച്ചിലൊക്കെ മാറി. പക്ഷെ ആരോടും അടുത്തോട്ട് പോവില്ല. മിസ് ട്രാൻസ്മാന്റെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് അവൻ പോവില്ല. ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും നിക്കോൾസൺ കിട്ടുന്ന സമയത്ത് അവൻ വളരെ പെട്ടെന്ന് അതിങ്ങ് സ്നാച്ച് ചെയ്തെടുക്കും. എന്നിട്ട് ട്രാൻസ്മാന്റെ കൈകളിൽ വീണ്ടും അവൻ നേടും. ഈ സമയത്ത് ബ്രിഗേഡിയർ ഫാർലോ പെട്ടെന്ന് നിക്കോൾസണോട് ചോദിച്ചു, മിസ്റ്റർ ചീഫ് ഓഫീസർ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ പ്ലെയിനൊക്കെ വെടിവെച്ച് വീഴ്ത്തിയതാ. മറുപടി പറഞ്ഞാൽ മിസ് പെൻഡുലിത്തായിരുന്നു. വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ നടക്കുകയാണ്. ഇവിടെ നിന്നൊരു വെടി അങ്ങോട്ട് വയ്ക്കും, ആ പൈലറ്റ് അവിടെ നിന്നൊരു ബോംബ് ഇങ്ങോട്ടിടും, അതോടെ എല്ലാം തീരും. അതാണ് ആഗ്രഹം. നിക്കോൾസൺ ചെറിയൊരു ചിരിയോടെ അവരെ നോക്കി. മിസ് പെൻഡുലിത്ത് തുറന്നു, യങ് മാൻ, നിങ്ങൾക്കറിയില്ല ഇയാളെ കുറിച്ച്. വളരെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. സിംഗപ്പൂരിൽ ബ്രിട്ടീഷ് റെജിമെന്റിന്റെ കമാൻഡർ ആയിരുന്നു ഇയാള്. പക്ഷെ മിലിറ്ററി ക്യാമ്പിൽ മിക്കവാറും കാണില്ല, ബംഗാൾ ക്ലബിലായിരിക്കും. ഈ ബംഗാൾ ക്ലബ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരില് അതുപോലെ കൽക്കട്ടയിലും ഒക്കെ മദ്യപാനികളായ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലബായിരുന്നു. ഫാർലോ ഇതിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഒരാണായിരുന്നെങ്കിൽ. പക്ഷെ മിസ് ഇത് വളരെ രാഘവത്തോടെ തോന്നുന്നു. ഇതൊക്കെ കുറെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പറയുന്നതിനിടെ തന്നെ അവര് ബ്രിഗേഡിയറിന്റെ കയ്യിൽ ആ ബ്രീഫ് കേസ് പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി വിസ്കി കൂടി ഇല്ല ഈ യാത്ര കഴിയുന്നത് വരെ. ഈ വിസ്കി എന്തെങ്കിലും മെഡിക്കൽ പർപ്പസിന് മാത്രം, അല്ലാതെ ഇനി വിസ്കി പുറത്തെടുക്കില്ല. വൈകുന്നേരം 3 മണി വരെ ഈ രീതിയിൽ ആ യാത്ര മുന്നോട്ട് പോയി. ലൈഫ് ബോട്ടുകളും മുകളിൽ ആ സീ പ്ലെയിനും. പിന്നീട് ആ സീ പ്ലെയിൻ അവരെ വട്ടവട്ട് പറക്കാൻ തുടങ്ങി. കുറച്ചു നേരം പറന്ന ശേഷം അത് തിരിച്ചുപോയി. എല്ലാവരും ഒന്ന് ആശ്വസിച്ചെങ്കിലും ആ സമയത്ത് നിക്കോൾസൺ പറഞ്ഞു, അത് തിരിച്ചുപോയത് മറ്റെന്തോ നിന്റെ തുടക്കമാണ്. മിക്കവാറും നമുക്കെതിരെയുള്ള മറ്റെന്തോ വരാൻ പോകുന്നതിന്റെ തുടക്കം. സാധാരണ അത്തരം ഒരു ലൈഫ് ബോട്ടിന് ഫുൾ ടാങ്ക് പെട്രോളിൽ പോകാവുന്ന മാക്സിമം ദൂരം എന്ന് പറയുന്നത് ഒരു 100 മൈൽ അഥവാ 160 കിലോമീറ്റർ ആണ്. പക്ഷെ അത് മുൻകൂട്ടി കണ്ടിരുന്ന ബോസൻ മെക്കിനോൺ എക്സ്ട്രാ കുറെ പെട്രോൾ സ്റ്റോർ ചെയ്തിരുന്നു. അതുകൊണ്ട് പെട്രോളിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല.
ഇടയ്ക്കിടയ്ക്ക് ആ പെട്രോൾ ഫില്ല് ചെയ്തുകൊണ്ട് അവർ വളരെ ദൂരം മുന്നോട്ട് പോയി. 5 മണി കഴിഞ്ഞപ്പോൾ നിക്കോൾസൺ പറഞ്ഞു, നേരെ റിട്ടയറാകുമ്പോഴേക്കും നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഐലൻഡിൽ ഷെൽട്ടർ ചെയ്യണം, പിന്നെ നാളെ നേരം വെളുത്തിട്ട് യാത്ര. പറയുമ്പോഴേക്കും കടലിൽ വളരെ ദൂരെ ഒരു ചെറിയ കറുത്ത ബോട്ട് പ്രത്യക്ഷപ്പെട്ടു. നിക്കോൾസൺ വീണ്ടും ടെലിസ്കോപ്പ് എടുത്ത് നോക്കി. അദ്ദേഹം പറഞ്ഞു, ഒരു സബ്മറൈൻ. അതിവേഗം ആ സബ്മറൈൻ അവരുടെ ബോട്ടിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ക്യാപ്റ്റൻ ഫൈമോൺ അല്പം ആരോഗ്യം മെച്ചപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഫോർത്ത് ഓഫീസറെ വിളിച്ചു. ഡാനിയൽ. വെടിയേറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും ഉറച്ച രീതിയിൽ അപ്പോഴാണ് എല്ലാവരും കേൾക്കുന്നത്. എല്ലാവരും ആ സമയത്ത് മിസ് ട്രാൻസ്മാന്റെ വാക്കുകളാണ് ആലോചിച്ചത്. കാരണം വെടിയുണ്ടാകത്തുണ്ടെങ്കിൽ സീരിയസ് അല്ല, അദ്ദേഹം മെച്ചപ്പെടും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ക്യാപ്റ്റൻ ചോദിച്ചു, ഒരു കുറച്ചുകൂടി സ്പീഡിൽ വിടാൻ പറ്റുമോ ഈ സാധനം? ഡാനിയൽ പറഞ്ഞു, ഒരു കത്തി ഉണ്ടെങ്കിൽ നോക്കാം സാർ. കത്തിയോ? ആ മറ്റേ ലൈഫ് കയറ് മുറിച്ചു വിട്ടാ ഇത് കുറച്ചുകൂടി സ്പീഡിൽ പോകും. അധികം വൈകാതെ ആ സബ്മറൈൻ അവരുടെ അടുത്തെത്തി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ആന്റി എയർക്രാഫ്റ്റ് ഗൺ എല്ലാവരും കാണുന്ന രീതിയിൽ വരുന്ന നിൽപ്പുണ്ട്. പുറകിൽ ഒരു ചെറിയ അത്തരം ഗണ്ണുമുണ്ട്. അത് വളരെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ കോണിംഗ് ടവർ മുകളിൽ, കോണിംഗ് ടവർ എന്ന് പറഞ്ഞാൽ സബ്മറൈൻ്റെ സെൻട്രലായിട്ട് മുകളിലേക്ക് വരുന്ന ഒരു ഡക്കാണ്. അതിലൂടെ അകത്തുള്ള ആൾക്കാർക്ക് പുറത്ത് വന്ന് ചുറ്റും നിരീക്ഷിക്കാം. ഉയർന്നു വന്ന ആ കോണിംഗ് ടവറിൽ ആ സബ്മറൈൻ്റെ കമാൻഡർ എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി കയ്യിലൊരു പിസ്റ്റൾ കയ്യിലുണ്ടായിരുന്നു. കൂടെ ഒരു സബ്മെഷീൻ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ഗാർഡ്. താഴെ തട്ടിൽ 4-5 ജപ്പാൻ പട്ടാളക്കാർ ആയുധധാരികളായിട്ടുണ്ടായിരുന്നു. ആ കമാൻഡർ അദ്ദേഹത്തിന്റെ പിസ്റ്റൾ ലൈഫ് ബോട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സ്റ്റോപ്പ്. നിക്കോൾസൺ ലൈഫ് ബോട്ട് നിർത്തി. വീണ്ടും ചോദ്യം, ആരാണ് ഈ ലൈഫ് ബോട്ടിന്റെ ക്യാപ്റ്റൻ? നിക്കോൾസൺ എണീറ്റു. ദ ബ്ലഡി ഇംഗ്ലീഷ്. നിക്കോൾസൺ ഒന്നും മിണ്ടാതെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു വലിക്കാൻ തുടങ്ങി. ഓ, ഇംഗ്ലീഷുകാരുടെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല ഈ ഒരു അവസ്ഥയിൽ, കമാൻഡർ പിന്നെയും പറയുക. എല്ലാവരും വന്ന ഇങ്ങോട്ട് കയറിക്കോ, ഓരോരുത്തരായിട്ട്. നിക്കോൾസൺ ചോദിച്ചു, എന്താ ഉദ്ദേശം? ഒന്നിച്ച് കൊല്ലാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാം, വെടിവെച്ച് കൊല്ലേ, അതല്ലേ സൗകര്യം. നിങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നതിലും ഭേദം അതാണല്ലോ. അല്പനേരം ആ രീതിയിൽ സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. ബ്രിഗേഡിയർ ഫാർലോ കോർപ്പറൽ ഫ്രൈസറുടെ ആ സബ്മെഷീൻ ഗണ്ണ് കയ്യിലെടുത്തിരുന്നു. അദ്ദേഹം സീറ്റിൽ ഇരുന്നിരുന്നതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. അടുത്ത നിമിഷം ആ സബ്മെഷീൻ ഗണ്ണ് ഗർജിച്ചു. ആ കോണിംഗ് ടവറിൽ വന്നിരുന്ന സബ്മറൈൻ്റെ കമാൻഡറും കൂടെയുള്ളവരും വെടിയേറ്റ് വീണു. ബാക്കിയുള്ളവർ വളരെ പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് മാറുന്നു. അടുത്ത നിമിഷം ആ പുറകിലുള്ള ചെറിയ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണിൽ നിന്ന് അവരുടെ ലൈഫ് ബോട്ടിന് നേരെ ഒരു വെടിയുണ്ട പാഞ്ഞു. പക്ഷെ അത് കുറച്ച് ദൂരെയായിട്ടായിരുന്നു പതിച്ചത്. അടുത്ത നീക്കം എന്തായിരിക്കും ബ്രിഗേഡിയർ വ്യക്തമായിട്ട് മനസ്സിൽ കണക്കുകൂട്ടി. ആ ഗണ്ണിന്റെ ആംഗിൾ ചേഞ്ച് ചെയ്യും, ഈ ലൈഫ് ബോട്ടിന്റെ ഭാഗത്തേക്ക് മാറ്റും, അതിനുശേഷം അതിലൊരു ഷെല്ല് ലോഡ് ചെയ്യും, ഫയർ ചെയ്യും. ആ ഒരു ടൈം കണക്കുകൂട്ടി അദ്ദേഹം ആ സബ്മെഷീൻ ഗണ്ണും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സീറ്റിൽ തന്നെ ഇരുന്നു. ആ ഷെല്ല് ലോഡ് ചെയ്ത് അത് ഫയർ ചെയ്യുന്ന ആ ഒരു യെല്ലോ ലൈറ്റ് കണ്ണിൽപ്പെട്ടതും അദ്ദേഹം ആ ഗണ്ണിന്റെ ബാരലിന്റെ അറ്റത്തേക്ക് ഷൂട്ട് ചെയ്തു. ശക്തമായ വെടിയുണ്ടകളേറ്റ് ആ ബാരൽ ഒന്ന് വളഞ്ഞു. അതോടെ അതിൻ്റെ അകത്തുനിന്ന് ഫയർ ചെയ്ത ഷെല്ലിന് പുറത്തു പോകാൻ പറ്റാതെ ആ റീകോയിൽ ഇഫക്റ്റില് ആ ഗണ്ണൊന്നാകെ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പല കഷ്ണങ്ങളായി അവിടെ വീണു. എല്ലാവരും അത്ഭുതത്തോടെ ബ്രിഗേഡിയറെ നോക്കുക. നിക്കോൾസൺ വളരെ പെട്ടെന്ന് ബോട്ടെടുത്തു. ആ സമയത്ത് ക്യാപ്റ്റൻ പറഞ്ഞു, ജോണി, ഇപ്പൊ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ പുറകിൽ നിന്നും ഫയറിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിക്കോൾസൺ പറഞ്ഞു, ഇല്ല സർ, ഇപ്പൊ അവരാകെ ഒരു കൺഫ്യൂഷനിലായിരിക്കും. പക്ഷെ നമ്മൾ അല്പനേരം കൂടെ വന്നാൽ അവർ മുകളിലേക്ക് എന്തായാലും ഇപ്പൊ വരാൻ ധൈര്യപ്പെടില്ല. പക്ഷെ അകത്തൊന്ന് ഗ്രനേഡ് എറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതാണ് പോകാൻ പറ്റിയ സമയം. നിക്കോൾസൺ ആ സബ്മറൈനെ ചുറ്റുമായിട്ട് ആ ലൈഫ് ബോട്ട് ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് ആ ഫ്രണ്ടിലുള്ള ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണിന്റെ അതൊരിക്കലും ബോട്ടിന് നേരേക്ക് വരില്ല, അത്രയും മുകളിലോട്ടാണ് അതിൻ്റെ ആംഗിള്. എല്ലാവരും അതിൻ്റെ ഫയറിംഗ് മെക്കാനിസം ബ്രിഗേഡിയർ ഫാർലോ ആ കാർബൈൻ സബ്മെഷീൻ ഗണ്ണുകൊണ്ട് തകർത്തു.
അതിവേഗം അവർ അടുത്തുള്ള ഒരു ദ്വീപിന് നേരെ യാത്രയായി. ആ ദ്വീപിന് ഏകദേശം 500 മീറ്റർ അകലെ വെച്ച് നിക്കോൾസൺ ആ ബോട്ടിലെ ഒരു പ്രത്യേക സ്മോക്ക് ബോംബ് പുറകേക്ക് എറിഞ്ഞു. വളരെ ശക്തമായ ഒരു ഓറഞ്ച് നിറത്തിലുള്ള പുക അവിടെ വ്യാപിച്ചു. അതോടെ ആ ബോട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് ആ സബ്മറൈനിലുള്ളവർക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വെടി കുതിരുന്നുണ്ട്, ഒന്നും ലക്ഷ്യത്തിലെത്തുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ആ ബോട്ട് എവിടെയാണെന്ന് തന്നെ അവർക്കറിയുന്നില്ല. അതിവേഗം തൊട്ടടുത്തുള്ള ഒരു ദ്വീപിലേക്ക് ആ ലൈഫ് ബോട്ട് നിക്കോൾസൺ ഓടിച്ചു കൊണ്ടിരുന്നു.